കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഏഴാമത്തെ മൊഴി, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അവസാനത്തെ മൊഴി, കർത്താവിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ്. ഇത് കേൾക്കുന്ന ഒരു യഹൂദരെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കല്ലാതെ, താൻ എന്നും രാത്രി നിദ്രയിലേക്ക് പോകുമ്പോൾ, വിശ്രമിക്കാനായിട്ട് പോകുമ്പോൾ ആ യഹൂദന്റെ പ്രാർത്ഥനയാണ് ഇത്. താൻ ഉറങ്ങുമ്പോൾ തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. താൻ ഉറങ്ങുമ്പോൾ തന്റെ ആത്മാവിന്റെ കാവൽക്കാരനായി ദൈവം കൂടെ ഇരിക്കും എന്നാണ് അവരുടെ വിശ്വാസം. ക്രിസ്തു ഏഴാമത്തെ മൊഴി പറയുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ്: കാൽവരി ക്രൂശിൽ എന്റെ ജീവിതം അവസാനിക്കുന്നില്ല. ഈ രാത്രി, ഈ വൈകുന്നേര സമയത്ത് ഞാൻ എന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും മറ്റൊരു പ്രഭാതം പിതാവ് ആ ആത്മാവിനെ എന്റെ ശരീരത്തിലേക്ക് തരികയും ആ ആത്മാവോടെ ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യും. ഒരു യഹൂദനെ സംബന്ധിച്ച് എല്ലാ പ്രഭാതവും ഉയർത്തെഴുന്നേൽപ്പാണ്. ദൈവത്തിന് നൽകിയ ആത്മാവ് ദൈവം മടക്കി നൽകിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഏഴാമത്തെ മൊഴി പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ പ്രഖ്യാപനങ്ങളാണ്. കാൽവരി ക്രൂശിൽ കർത്താവിന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്നും മറ്റൊരു പ്രഭാതം കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നും കർത്താവ് പ്രഖ്യാപിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ ഏഴാമത്തെ മൊഴി നമുക്ക് നൽകുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: ഈ ഭൂമിയിൽ നമുക്ക് എന്തു സംഭവിച്ചാലും ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു നിത്യമായ ജീവിതമുണ്ട്. ആ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ദിനങ്ങളിൽ ഏഴാമത്തെ മൊഴി എല്ലാരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.